ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് മിസ്സിങ് ആയിട്ട് തോന്നിയത് കുട്ടൂനായിരുന്നു. കുട്ടൂനെയും അതുപോലെ കുഞ്ഞിവിയായിരുന്നു നല്ല മിസ്സിങ്. ഇവർക്ക് 5 മക്കളുണ്ടായിരുന്നു. ആ 5 മക്കളെയും നമ്മൾ വിറ്റ് ഓരോരോ ഭാഗത്തൊക്കെ സെറ്റാക്കിയതിൻ്റെ ശേഷമാണ് ഞാൻ പോകുന്നത് കേട്ടോ. എല്ലാവരെയും ഓരോരുത്തർ നല്ലപോലെ സ്നേഹിക്കുന്നവർ തന്നെയാണ് വാങ്ങിക്കൊണ്ട് പോയത്. നാട്ടിലേക്ക് നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് സൗണ്ട് കേട്ടാൽ തന്നെ അവന് ഇതുപോലെ സ്ക്രീനിൽ നോക്കി നമ്മോടിങ്ങനെ ആക്ഷനൊക്കെ കാണിക്കും. നാട്ടിലെ വിശേഷം ഇത്രയൊക്കെ നമുക്കറിയുള്ളൂ. ഇനി നമുക്ക് സൗദിയിലെ വിശേഷം അറിയാം. ഇവിടെ ഇപ്പോൾ സമയം മഗ്‌രിബ് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകാനുള്ള തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ചായയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങാമെന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റാസ്ബെറിയുടെ ഒരു ജാമും ബ്രെഡൊക്കെ ആണ് കഴിക്കുന്നത്. ഈ ഒരു ജാം നമ്മൾ ലുലുവിൽ നിന്ന് തന്നെ കിലോ ആയിട്ട് തൂക്കി വാങ്ങുന്നൊരു ജാമാണ്. നല്ല ടേസ്റ്റിയാണ് ഈ ജാം. ഇതിൽ പല ഐറ്റംസും ഉണ്ട് കേട്ടോ. ആപ്പിള്, ആപ്രിക്കോട്ട്, പൈനാപ്പിള്, റാസ്ബെറി, ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ജാമുണ്ട്. ബോട്ടിലുള്ള ജാമിനേക്കാളും നമുക്ക് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ജാമാണിത്. ജാമും ബ്രെഡും കോഫിയാണ് ഇപ്പം ഒന്ന് ഉണ്ടാക്കി കഴിക്കുന്നത്. അതിന് ശേഷം നമ്മൾ ലുലുവിലേക്ക് യാത്രയാവുകയാണ്. ഇന്ന് കോഫിയിൽ പാലൊക്കെ ഒഴിച്ച് കുറച്ച് കട്ടി കുറഞ്ഞ കോഫിയാണ് ഉണ്ടാക്കുന്നത്. ചില സമയങ്ങളിൽ എനിക്ക് കട്ടി കൂടിയ കോഫി കുടിക്കുന്നത് അത്ര ഇഷ്ടമല്ല. ആ ഒരു സമയത്ത് ഞാൻ അതിലേക്ക് പാല് മിക്സ് ചെയ്ത് കൊടുത്ത് കട്ടി കുറക്കും. അപ്പോൾ ഇത് കണ്ടില്ലേ, ബെഡ്ഷീറ്റ് ഞാൻ ഇന്നലെ ലുലുവിൽ പോയപ്പോൾ വാങ്ങിച്ചതായിരുന്നു. ഓഫറുണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ ഈ ഒരു ബെഡ്ഷീറ്റ് നല്ല ഭംഗിയുള്ള ബെഡ്ഷീറ്റാണ് കേട്ടോ. ഈ ഒരു ലൈനുള്ള ബെഡ്ഷീറ്റല്ല, ഈ ആഷ് കളർ വിരിച്ചിട്ട ബെഡ്ഷീറ്റ്. ഈ ഒരു ഷീറ്റ് എൻ്റെ കയ്യിൽ നാട്ടിൽ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. മുമ്പ് സൗദിയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. ഒരുപാട് കാലം ഉപയോഗിച്ചിട്ടും ഒരു കേടുപാടില്ലാത്ത ഷീറ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് ഞാനിങ്ങനെ അന്വേഷിച്ച് നടന്നിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് പോയ സമയത്തൊക്കെ ഞാനിത് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ ലുലുവിൽ നിന്ന് ഈ ഷീറ്റ് കാണുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് എടുത്തിട്ട് പോന്നു. എന്നിട്ട് പൊട്ടിച്ച് നമ്മൾ ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് വാങ്ങാലോ എന്ന് വിചാരിച്ച്. എന്തായാലും കുറച്ച് ഫുഡ് ഐറ്റംസും അതുപോലെ എങ്ങനെയുള്ള 2 ബെഡ്ഷീറ്റൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി. ഇതാ പാലൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാലത്തിന് മുകളിൽ നിന്ന് നോക്കിയാൽ കാണുന്നൊരു വ്യൂ ആണ് കേട്ടോ ഇത്. ബത്ത നഗരത്തിൻ്റെ ഒരു ഭംഗി ഈ ഒരു വ്യൂവിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ഒരല്പം നേരത്തെ ആയതുകൊണ്ടാണ് നമ്മൾ ഫുള്ളായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുന്നത്. അല്ലാത്ത സമയത്ത് നമ്മൾ ഷോപ്പ് അടച്ചിറങ്ങുകയാണെങ്കിൽ ഇത്ര ഷോപ്പുകളൊന്നും ഓപ്പൺ ആയിരിക്കില്ല കേട്ടോ. എന്തായാലും നമ്മൾ ലുലുവിൽ എത്തിയിട്ടുണ്ട്. നമ്മളിന്ന് മുകളിലാണ് കയറാൻ പോകുന്നത്. അടിയിൽ നമ്മൾ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് ഡ്രസ്സിൻ്റെയും അതല്ല പാത്രത്തിൻ്റെയും അതുപോലെ ബെഡ്ഷീറ്റിൻ്റെ, കോസ്മെറ്റിക് ഐറ്റംസിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. എന്തായാലും ഏകദേശം കുറഞ്ഞ ഏരിയയൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇത് ബാഗുകളുടെ, ചെരുപ്പുകളുടെയൊക്കെ ഒരു ഏരിയ ആണ്. ബെഡ്ഷീറ്റ്, മാറ്റ് ഒക്കെയുള്ളൊരു ഏരിയയാണിത്. ഇതിന് വലിയ ഒരു ഏരിയ തന്നെ ഇവിടെ ഉണ്ട്. അതും നല്ല കോസ്റ്റ്ലി ആയ നല്ല ഭംഗിയുള്ള ഷീറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എന്തായാലും 2 ഷീറ്റും കൂടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഷാമ്പൂ, ക്രീമുകൾ ഐറ്റംസ് ഉള്ള ഭാഗത്തേക്കാണ് പോയത്. നമുക്ക് ഷാമ്പൂവും ക്രീമും ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി ആവശ്യമുള്ള സാധനങ്ങൾ പെട്ടെന്ന് പർച്ചേസ് ചെയ്ത് പോരണം. എനിക്ക് അവിടെ കൂടുതലേക്ക് ഇറങ്ങി നടക്കുന്നത് എനിക്ക് അത്ര ഒരു ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി. അങ്ങനെ നമ്മൾ വീണ്ടും പാലത്തിലൂടെ താഴേക്ക് ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഇനി വീട്ടിലെത്തി നിങ്ങൾക്ക് ഈ ഒരു ബെഡ്ഷീറ്റ് ശരിക്കും കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഒരു വശം ഗോൾഡ് കളറും ഒരു വശം നല്ല യെല്ലോയാണ്. ഇത് നല്ല കോഫി കളറും ക്രീമും ചേർന്നതാണ്.
ഒരു ഭാഗം ഫുള്ളായിട്ട് ക്രീമും ഒരു ഭാഗം ഫുള്ളായിട്ട് കോഫിയാണ്. അതേപോലെ തന്നെ ഫുൾ കളറ് മെറൂൺ ആയിട്ടുള്ള ഒന്നും വാങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ റിയാദിലൊക്കെ ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് പോയിട്ട് പർച്ചേസ് ചെയ്യാം. നല്ല ഭംഗിയുള്ള ഷീറ്റാണ്. ഇത് നമുക്ക് നോർമൽ മെഷീനിൽ തന്നെ വാഷ് ചെയ്തെടുക്കാൻ പറ്റിയ ഷീറ്റുമാണ് കേട്ടോ. വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ബ്രെഡും പാലൊക്കെ ആയിട്ട് മതി, ലഘുവായത് മതി എന്നാണ് എല്ലാവരുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഞാൻ പാല് കാച്ചുന്നുണ്ട്. പിന്നെ ബ്രെഡിലേക്ക് നമ്മൾ ബുൾസൈ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. കഫക്കെട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു കാച്ചിയ പാലിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് രാത്രിയിൽ കഴിച്ചാൽ കഫക്കെട്ടിന് നല്ല സുഖം കിട്ടുമെന്നാണ് പറയുന്നത്. നല്ല ചെറിയ ചൂടുള്ള പാല് അതിലേക്ക് നമ്മൾ ബുൾസയും ചേർത്ത് കഴിച്ചാണ് രാത്രിയിൽ ഇന്ന് ചെറിയ ലഘുവായ ഫുഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അൽഹംദുലില്ലാ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷം കേട്ടോ. എന്തായാലും രാത്രി നന്നായി ഇരുട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റ് പിന്നെ എന്തായാലും ഇവിടെ ഉണ്ടായിരിക്കും. നമുക്ക് കിടക്കാനുള്ള സമയമൊക്കെ ആയി. ഇനിയും പുതിയ പുതിയ വീഡിയോസും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.